നമ്മുടെ സൈറക്കുട്ടിയുടെയും മേഘക്കുട്ടൻ്റെയും കൂട്ടുകാരുടെയൊക്കെ സമ്മർ ക്യാമ്പ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വേനൽക്കാലത്ത് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ പൊതുവേ കുട്ടികളെ വീട്ടിലുള്ളവർക്ക് സ്വൈര്യം കൊടുക്കാറില്ല. നമ്മുടെ മക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമുക്ക് സ്കൂൾ അവധി 10 ദിവസം മാത്രമേ ഉള്ളൂ. മെയ് മാസത്തിലായിരിക്കും അവധി വരുന്നത്. ബാക്കി ദിവസങ്ങളിൽ സമ്മർ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. ഔട്ട്ഡോർ സമ്മർ കാലത്ത് പൊതുവേ ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസാണ് കൂടുതലും കൊടുക്കുന്നത്. നമ്മുടെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് സ്കൂൾ സമ്മർ സർവീസ് കിട്ടാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സമ്മർ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വാട്ടർ തീമായിട്ടുള്ള ആക്ടിവിറ്റീസും കുക്കിംഗ്, ആർട്ട്, ക്രാഫ്റ്റ്, ഡാൻസ്, മ്യൂസിക് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് കഴിയും. ഒരു 1 hour എങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുവെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വീട്ടിൽ തന്നെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചെയ്താൽ തന്നെ കുട്ടികളുടെ ബിഹേവിയർ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറഞ്ഞു വരുന്നത് കാണാം. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ റേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പം പിന്നെ കുട്ടികൾ ഒരു തെറാപ്പിക്കോ സ്കൂൾ ആക്ടിവിറ്റീസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കും സ്കൂൾ അവധിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് മാക്സിമം സ്കൂളിൽ വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ടായിരുന്നാലും നിങ്ങൾ ആക്ടിവിറ്റീസൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് നോക്കുക. നമ്മളെപ്പോലെ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.